വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ജിക്കോ ചാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ കണ്ണുകൊണ്ട് ആരും പേടിക്കണ്ട, വെറും ലെൻസ് ആണ് ഗൈസ്. എന്റെ റിയൽ കണ്ണിന്റെ കളർ ഡാർക്ക് ബ്രൗൺ ആണ്. എനിക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഓവർ ആയാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കും. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ തുടങ്ങുന്ന മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കുറെ പേര് നല്ല കമന്റ്സ് ഇട്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ DM വന്നിട്ട് നല്ല നല്ല റിപ്ലൈസ് ഇട്ടു. സോ താങ്ക് യു ഫോർ ഓൾ യുവർ പോസിറ്റീവ് കമന്റ്സ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. പക്ഷേ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് മിക്കവർക്കും എന്നോട് എതിർപ്പ്, വെറുപ്പ്, ദേഷ്യം അങ്ങനെ പലവിധ തോന്നലുകളും ഇമോഷൻസും വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും ഇവിടെ റോ ടോക്ക് മാത്രമേ ഉള്ളൂ. റിയൽ റോ ടോക്ക്, ട്രൂത്ത് മാത്രമേ സംസാരിക്കുള്ളൂ, റിയാലിറ്റി. സോ ഇവിടെ കള്ളത്തരങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആരുടെയും സൈഡും നിൽക്കില്ല. സം ഓഫ് യു ഗൈസ് മൈറ്റ് ഹാവ് നോൺ ഓൾറെഡി. ഞാൻ റീസെന്റ് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോളായി. സോ കോൾ മീ അഡ്വക്കേറ്റ് ജോന്ന ബെൽസസ്. ഞാൻ അഡ്വക്കേറ്റ് ആയെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ഐ എം കറന്റ്ലി ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി മോർ. ഐ എം ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്ഷ്യൽ ലോ. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് പലരും ക്രിമിനൽ ലോയിലുണ്ട്, മാരിടൈം ലോയിലുണ്ട്, ചിലർ കൊമേഴ്ഷ്യൽ ലോയും പഠിക്കുന്നുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദം ആർ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ആൻഡ് സം ഓഫ് ദം ഹാവ് ബീൻ പ്രാക്ടീസിങ് and they stopped their practice just for this LLM. അപ്പോൾ നമ്മൾ ചിറ്റ് ചാറ്റ് ചെയ്യുമ്പോഴും ഹാങ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും സംസാരിക്കുന്നതും മിക്കതും അവർ ഹാൻഡിൽ ചെയ്ത കേസസിനെ പറ്റിയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഞാൻ അറിയാതിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നോണ പറച്ചിലല്ല, സ്റ്റോപ്പ്. ഓക്കെ, ഞാൻ അത്രയും ചീപ്പല്ല. നോണ പറഞ്ഞാൽ ഇവിടെ പറയില്ല. ലൈക്ക് 2-3 ഫ്രണ്ട്സ് കോർട്ടിൽ ഫാമിലി കേസസ് ഹാൻഡിൽ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്ന എന്താന്ന് വെച്ചാൽ, ദേ ഹാവ് ഹാൻഡിൽഡ് കേസസ് വേർ വിമൻ ഹാവ് പുട്ട് ഫാൾസ് അലിഗേഷൻസ് അഗെയിൻസ്റ്റ് ദെയർ ഹസ്ബൻഡ് ഫോർ ഡിവോഴ്സ് ആൻഡ് അലിമണി. ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ഡിവോഴ്സ് കേസസ് അലിഗേഷൻസ് വരുന്നതൊക്കെ ട്രൂ ആയിരിക്കാം. ബിക്കോസ് ഫിസിക്കൽ ക്രൂവാലിറ്റി, മെന്റൽ ക്രൂവാലിറ്റി ഒക്കെ ശരിക്കും നടക്കുന്നതായിരിക്കാം എന്നാണ് ആ ഒരു കരുതലോടെയാണ് ഞാൻ നിന്നത്. ബിക്കോസ് ഐ ഹാവൻറ്റ് പ്രാക്ടീസ്ഡ് യെറ്റ്. അപ്പൊ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ ഫ്രണ്ട്സ് ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്ത ഫ്രണ്ട്സ് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്ത ഒരിക്കലും കല്യാണം കഴിക്കാൻ തോന്നില്ല എന്നാണ്. ദ റീസൺ ഇസ് നോട്ട് ഓൺലി മെൻ. ഓക്കെ, ആണുങ്ങൾ അങ്ങനെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ക്രൂവാലിറ്റി വിമനെ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്. വൈഫ്സിന് ഒരുപാട് ബാഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഹസ്ബൻഡ്സും ഉണ്ട്. ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഐ നെവർ ന്യൂ ദാറ്റ് വിമൻ ഓൾസോ ഡിഡ് ദ സെയിം തിങ് ടു ദെയർ ഹസ്ബൻഡ്സ്. ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, ഇറ്റ് വാസ് എ ന്യൂ തിങ് ടു മീ. സ്ത്രീകള് പുരുഷന്മാരോട് they just put false allegations and accuse their husbands of physical and mental cruelty which they never inflicted upon their wives. ലൈക്ക് കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഹസ്ബൻഡിന്ന് എങ്ങനെയെങ്കിലും അലിമണി വാങ്ങുക, ഡിവോഴ്സ് വാങ്ങുക, ആ ഒരു ഇന്റൻഷനിൽ കുറെ സ്ത്രീകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി, റിലേറ്റീവ് എന്ന് പറയാം, ഐ എം നോട്ട് ഗോണ സേ ദെയർ നെയിം ഓർ എനിത്തിങ്. എന്താന്ന് വെച്ചാല്, ഷീ ജസ്റ്റ് ഗോട്ട് ഡിവോഴ്സ്ഡ് വൺസ് ആൻഡ് രണ്ടാമത്തെ ഒരു മാരേജ് ആയിരുന്നു. അപ്പോൾ ആ മാരേജിൽ ഹസ്ബൻഡ് ഇസ് നോട്ട് ഏർണിംഗ് വെൽ. ഓക്കെ, ഹി ഈസ് ഏർണിംഗ് ബട്ട് ഹി ഈസ് നോട്ട് ഏർണിംഗ് ആസ് മച്ച് ആസ് ദ വൈഫ്. സോ എന്താ സംഭവിച്ചു വെച്ചാൽ, സാധാരണ ചിലപ്പോൾ വഴക്ക് ബഹളം ഉണ്ടാകാം എന്നായിരിക്കാം നമ്മൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ദ വൈഫ് ആൻഡ് ഹർ മദർ ബീറ്റ് അപ്പ് ദ ഗൈ. ബീറ്റ് അപ്പ് ഇൻ ദ സെൻസ് ആളുടെ പല്ല് പൊട്ടി വായിന്ന് രക്തം വരുന്ന അവസ്ഥയിൽ വന്ന്. ജസ്റ്റ് ഇമാജിൻ ഹൗ മച്ച് ഹാം ആൻഡ് ലൈക്ക് hurt they inflicted on that guy. And the most curious and most interesting fact about it is that the guy didn't even file a complaint against his wife. Do you know the reason എന്താന്ന് വെച്ചാൽ, പുരുഷന്മാർ എന്ത് സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. they will be like, they have this notion, ഓൾറെഡി വിശ്വസിക്കുന്ന ഒരു തരം ചിന്താഗതി എന്താന്ന് വെച്ചാൽ, പുരുഷന്മാരെ സ്ത്രീകൾ ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല. ബിക്കോസ് they are physically in more advantage than women. അത് ശരിക്കും ഒരു ബയാസ്ഡ് തോട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാല്, പുരുഷന്മാരെന്ന് പറയുന്നത് മിക്കവരും 6 pack ആപ്സും ബൈസെപ്സും മസിൽ മാനൊന്നും ആയിരിക്കില്ല. പുരുഷന്മാരെന്ന് പറയുന്നത് ബോഡി വെച്ച്, ആ ഒരു മസിൽ ബോഡി വെച്ച് ഡിഫൈൻ ചെയ്യേണ്ട ഒരു ജെൻഡർ അല്ല. അത്
കംപ്ലീറ്റ്ലി ബോഡി ഷേമിംഗ് ആണ്. പുരുഷന്മാർ റേപ്പ് സഹിക്കുന്നുണ്ട്. ഐ എം നോട്ട് സീയിങ് എവറി ഗൈ, ബട്ട് കമ്പാരിറ്റീവ്ലി പെണ്ണുങ്ങളെക്കാട്ടും കുറവായിരിക്കാം. ഐ ഡോണ്ട് ഹാവ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, ബട്ട് ബോയ്സ് ഓൾസോ ഫേസ് സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് ഈവൻ റേപ്പ്, നോട്ട് ഓൺലി ഫ്രം വിമൻ ബട്ട് ഓൾസോ ഫ്രം മെൻ. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് ദ ട്രൂത്ത്. എൻ്റെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലെങ്കിലും ഐ ഹാവ് പേഴ്സണലി ടോക്ക് ടു മെനി പീപ്പിൾ who have shared their experiences, and I have often told them, advised them that why didn't you go to the police, why didn't you file a complaint? അവരുടെ ആൻസർ എന്താണെന്നറിയാം, ഇത് ചെയ്യുകയാണെങ്കിൽ വീട്ടുകാരറിയില്ലേ, ഞാൻ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ വീട്ടുകാരറിയില്ലേ. ആൻഡ് ഐ എം ലൈക്ക്, വൈ നോട്ട്? നിങ്ങളുടെ പാരൻസ് അത് ലൈക്ക് ഡോണ്ട് ദേ സപ്പോർട്ട് യു? അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ, ഞാൻ ജനിച്ച് വീണപ്പോഴേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോയ്സ് ഡോണ്ട് ക്രൈ, ആൺപിള്ളേർ കരയാൻ പാടില്ല, ആൺപിള്ളേർ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞ് വളർത്തിയ എൻ്റെ പെറ്റമ്മയോട് ഞാൻ ഇങ്ങനെ പറയും, അദ്ദേഹം വേറൊരു മനുഷ്യൻ, വേറൊരാണ്, എൻ്റെ അങ്കിൾ, എൻ്റെ മാമൻ എന്നെ ഇങ്ങനെ സെക്ഷലി അസോൾട്ട് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ എന്ത് വായ കൊണ്ട് പറയും? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രാവിറ്റി ഓഫ് ദിസ് ഇഷ്യൂ? I don't know, most of you guys would call me a pick me or anything. I'm not a misandrist. I'm not supporting patriarchy also. I believe in feminism, which means male and female should be considered as humans, equal humans, you know. അപ്പോൾ സ്ത്രീകൾക്ക് റേപ്പ് സംഭവിച്ച, സ്ത്രീകളെ ഹരാസ് ചെയ്ത നിയമങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ വരുന്ന സെക്ഷൽ ഹറാസ്മെന്റിനും റേപ്പിനും അസോൾട്ടിനൊന്നും നിയമങ്ങളില്ല? ജസ്റ്റ് എ ജെനുവിൻ കൺസേൺ, യുനോ. നിങ്ങളിനി പറയുമായിരിക്കും, ആണുങ്ങളെ എങ്ങനെ റേപ്പ് ചെയ്യാനാ, ആണുങ്ങളെ എങ്ങനെ സെക്ഷലി ഹറാസ് ചെയ്യാനാ? ഇറ്റ് ഡസ് ഹാപ്പൻ. ഡോണ്ട് തിങ്ക് ദാറ്റ് യെസ്, ഫിസിക്കലി ആണുങ്ങൾ ബെറ്റർ ആയിരിക്കാം, ഫിസിക്കലി ആണുങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞോളൂ. ബട്ട് ദർ ആർ വിമൻ ഹു ആർ സ്ട്രോങ്ങർ ദാൻ സം പാർട്ട് ഓഫ് ഗൈസ്. ഓക്കെ, എന്താന്ന് വെച്ചാൽ സം ഗൈസ് കുഡ് ബി മാൽനറിഷ്ഡ് ആൻഡ് സം ഗൈസ് വുഡ് ബി ബിലോ 18 years of age, who is a minor, മേ ബി 4th standard 5th standard ആയിട്ടൊരു കുട്ടിയെ 30s 40s ഉള്ള ഒരു അങ്കിളോ ആൻറ്റിയോ കയറി സെക്ഷലി അസോൾട്ടോ ഹരാസോ ചെയ്താൽ they don't even know what should they do, because their moms always tell them that boys don't cry. ആ ഒരു സിറ്റുവേഷനിൽ how are they gonna tell their parents that this happened to me? എന്തിന് പുരുഷന്മാരെ മാത്രം പറ്റി പറയണം? സ്ത്രീകൾ പിന്നെ എന്നും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എവറി സിംഗിൾ വുമൻ has faced sexual harassment or sexual assault. They always feel unsafe. Women always feel unsafe. Let it be day, let it be night, let it be inside their own home. Women always feel unsafe, and we all know that. It's 2026 and I don't think that some of you guys don't agree to me. I don't know. But സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങൾ കൂടി വരികയാണ്. So every single person feels that the rapes and sexual harassments, assaults, every single acts, criminal acts should be reduced, അല്ലേ? But the most shocking part is that ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇരയാകുകയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാവിറ്റി ഓഫ് സച്ച് കൺസേൺസ്? ഇപ്പോൾ മൈനർ ആയിട്ടുള്ള ഒരു ബോയോ ഗേളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ലെറ്റ് ദം ബി ഫ്രീ ഇനഫ് ടു ടെൽ എവറി സിംഗിൾ തിങ് ഇൻ ദിയർ ലൈഫ് ടു യു. ഒരു പാരന്റ് ആണെങ്കിൽ ബോയിനെയും ഗേളിനെയും വളർത്തുന്നത് ഡിഫറെന്റ് ആയിട്ട് വളർത്താതെ, ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. പ്ലീസ് ഡോണ്ട് സേ ദാറ്റ് ബോയ്സ് കാൺട്ട് ക്രൈ, ഗേൾസ് കാൺട്ട് ബി സ്ട്രോങ്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ കുത്തിക്കയറ്റാതിരിക്കുക. കാരണം ഇന്നത്തെ കാലം ഒരുപാട് ഡിഫറെന്റ് ആണ്, ഒരുപാട് ക്രൂവലാണ്. ലെറ്റ് ഇറ്റ് ബി ഫോർ എ ബോയ്, ലെറ്റ് ഇറ്റ് ബി ഫോർ എ ഗേൾ. സോ റൈറ്റ് നൗ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സ്ത്രീകൾക്ക് മാത്രമല്ല ലൈംഗിക ആക്രമണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത്, പുരുഷന്മാർക്കും കിട്ടണം. എസ്പെഷ്യലി മൈനർ ബോയ്സ്, ആൻഡ് ഈവൻ ഇഫ് ദേ ആർ മേജർ, ഈവൻ ഇഫ് ദേ ആർ എൻ അഡൾട്ട്, ദേ സ്റ്റിൽ നീഡ് സച്ച് പ്രൊട്ടക്ഷൻസ്. ഫോൾസ് അലിഗേഷൻസ് വരും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഇങ്ങനത്തെ ലോസ് വരുന്നില്ല എന്നാണെങ്കിൽ ഐ വുഡ് സേ സ്ത്രീകളും ഫോൾസ് അലിഗേഷൻസ് വെക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളുള്ളത്? ഫാൽസ് അലിഗേഷൻസ്, ഫാൽസ് അക്യൂസേഷൻസ് വരും എന്നുള്ള പേടി കൊണ്ട് ന്യായം നീതി കൊടുക്കാതിരിക്കരുത്. There are people suffering there. There are guys suffering out there. Guys, girls,
ഈവൻ ട്രാൻസ്ജെൻഡർ LGBTQ കമ്മ്യൂണിറ്റി എല്ലാവരും സഫർ ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് സെക്ഷൽ അസോൾട്ട്സ്. സോ ലെറ്റ്സ് ജസ്റ്റ് ട്രൈ ടു ബി മോർ ഓപ്പൺ മൈൻഡഡ്, റൈറ്റ്? ഒരു സൊസൈറ്റി എന്ന നിലയിൽ സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള ഡിഫറൻസസ് വെക്കാണ്ട് ലെറ്റ് ദം ഓൾ ബി സേഫ്, റൈറ്റ്? ഞാൻ ഒരുപാട് അടുത്ത് കണ്ടറിഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ BLLB പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗേ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. ആള് കുറെ ദിവസങ്ങളായി സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ബോയ്സ് ആളെ സെക്ഷുവലി ഹറാസ് ചെയ്യുന്നുണ്ടായിരുന്നു ബോയ്സ് ടോയ്ലറ്റിൽ. ആള് വോയിസ് റേസ് ചെയ്തു. ഭയങ്കര ബ്രേവ് ആയിരുന്നു ആ ഒരു കാര്യം. ബട്ട് ഡു യു തിങ്ക് അത് ഒരു സ്ത്രീക്കെതിരെ കാണിച്ചിരുന്നെങ്കിൽ അത് എന്തോരം വലിയൊരു കാര്യമായനെ? ദേ വുഡ് ബി റിയലി പണിഷ്ഡ് വെരി ഹാർഡ്, റൈറ്റ്? അറ്റ്ലീസ്റ്റ് പീപ്പിൾ വുഡ് റേസ് ദെയർ വോയിസ് ഫോർ ഹെർ. അപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിക്കോ ബോയ്സിനോ ഇവർക്ക് ആർക്കും അങ്ങനെ കൊടുക്കാത്ത എന്താ? അത് ഫെമിനിസത്തിന്റെ എതിരല്ലേ? ഫെമിനിസം എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഫോർ ഓൾ ദി ജെൻഡേഴ്സ് എന്നല്ലേ? പിന്നെന്താ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്? പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്നാണെങ്കിൽ കൂടിയും കുറെ സ്ത്രീകൾക്ക് നീതി ന്യായം കിട്ടുന്നില്ല. ഈവൻ ദോ ദർ ആർ ലോസ്, കിട്ടുന്നില്ല, അത് സത്യം തന്നെയാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് ലീഗൽ ഫ്രെയിംവർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I hope I don't get many negative comments for this video. I hope you guys like this video. Thank you for watching this video till the end. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ശുഭദിനം. ജിക്കോ ചാൻ signing off.